കറാച്ചിയിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ ദൂരം, പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ നിന്നും കേവലം 70 നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഇന്ത്യ നടത്തുന്ന ഒരു വലിയ നീക്കം പാകിസ്ഥാനെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയാൻ കാരണം സമീപകാലത്തൊന്നും ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല. ഡിസംബർ 10, 11 തീയതികളിൽ പാകിസ്ഥാനിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിന്റെ തീരങ്ങളിൽ ഇന്ത്യ നടത്തുന്ന ഒരു വലിയ വ്യോമാഭ്യാസം, സുഖോയ് 30, റഫേൽ, ജാഗർ തുടങ്ങിയ നൂതന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വലിയ ഒരു സൈനിക അഭ്യാസം, അതായത് പാകിസ്ഥാന്റെ അതിർത്തിയോട് വളരെ ചേർന്ന് കടലിൽ നടത്തുന്ന ഒരു വ്യോമാഭ്യാസം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ശത്രുക്കളുടെ വ്യോമാക്രമണം പ്രതിരോധിക്കൽ, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശീലനമാണ്. പാക് തീരത്തിനടുത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ പരിശീലനം. ഇത്തരത്തിൽ ഇത്രയും അടുത്തൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു പരിശീലനം ഇന്ത്യ ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല. പാക് തീരപ്രദേശത്തിന് സമീപം, ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരപ്രദേശത്തിന് സമീപം ഒരു വലിയ മുന്നറിയിപ്പായിട്ട് പാകിസ്ഥാൻ ഒരു വലിയ മുന്നറിയിപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ സക്രിക്കിലടക്കം വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസവും മറ്റും നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വ്യോമസേനയും നാവികസേനയുടെ മേധാവികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, അതുടൻ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്ന ആ വാക്കുകൾ കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം. മറക്കില്ല പാകിസ്ഥാൻ ഈ 10ഉം 11ഉം ഉറങ്ങുമോ എന്നും സംശയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.